ചൂണ്ടയിടാൻ പോവുകയാണ്. അതായത് വിഴിഞ്ഞത്ത് എത്തിയിട്ട് നമ്മൾ അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചൂണ്ടയുടെ സൈസുകൾ ഇതിനും സൈസുകളിലുണ്ട്. ചൂണ്ട എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വാങ്ങുന്നുണ്ട് കഴിച്ച്. ഈ സാധനങ്ങൾ നമ്മൾ ഇതെടുത്ത് മീൻ കിട്ടുന്നുമ്പോ കവറൊക്കെ മേടിച്ച് വിഴിഞ്ഞത്ത് വന്നിട്ട് ഇവിടെ നിന്ന് മീൻ വാങ്ങാതെ നമ്മൾ തന്നെ ഇവിടെ നിന്ന് ചൂണ്ടിട്ട് മീൻ പിടിക്കും. നമ്മളെത്തി മീൻ പിടിക്കാനുള്ള പരിപാടി തുടങ്ങണം. മാവ് കുഴയ്ക്കുന്നു. ചിക്കു, ഗണേശേട്ടൻ, സുബിച്ചേട്ടൻ ചൂണ്ട സെറ്റിയാണ്. കണച്ചിയുടെ മുകളിൽ നിന്ന് വീക്ഷിക്കുകയാണ് നമ്മള്. പക്ഷെ ഇതാണ് നമ്മൾ ചൂണ്ടയിടാൻ വന്നത് സ്ഥലം. ഈ കാണുന്ന സംഭവം ഉണ്ട്. ഇത് മീനാണ്. അങ്ങോട്ടേക്ക് ഉണ്ടത്. കണ്ണച്ചേട്ടൻ ഇട്ട മീനിൽ മീൻ എടുത്തെന്ന് തോന്നുന്നു. കൊത്തിയാണ് ചേട്ടാ. വലുതറ സാധനം ഉണ്ട്. അത് മീനാണ് കേട്ടോ. ഉള്ള ചൂണ്ട സുബിച്ചേട്ടൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സുബിയാണ് ഇന്നത്തെ മെയിൻ. അറിഞ്ഞില്ല തന്നെ തങ്കം. അങ്ങനെ നമുക്ക് ഈ ഡെമീനെ സുബിച്ചേട്ടൻ സെറ്റ് ചെയ്ത് മാറ്റിയാണ് എടുക്കുകയാണ്. ചേട്ടാ കണ്ടൂടല്ല. കവർ താഴെ കിടക്കും. ഒത്തിരി മീനോട്ട്. ഇതാണ് നമ്മളെ സാധനം. വീണ്ടും ഗണീഷേട്ടാ അവിടെ മീനോടെ വീണ്ടും ഒരെണ്ണം കൂടെ കിട്ടിയിരിക്കുകയാണ്. ഗണീഷ് വീണ്ടും ഒരു മീൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചിക്കുനെ കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. അങ്ങനെ ചിക്കുവിന് വീണ്ടും ഒരു മീനെ കിട്ടി. ചെറുതാണെങ്കിൽ ഇത്ര നേരത്തെ കാത്തിരിപ്പിന് അത് മതി. അടുത്ത് ഏടേ ചെറുതാ വലുതാ പിടിക്കണില്ലേ? മതി എടുത്തോ. യെസ്, അങ്ങനെ സുബിച്ചാണ്ട് മീൻ കിട്ടി. സുബിച്ചാണ്ട് മീൻ കിട്ടിയെന്ന് പറഞ്ഞു. എവിടെ സുബിച്ചാണ്ട്? എവിടെ? യെസ്, അങ്ങനെ സുബിച്ചാണ്ട് വീണ്ടും വരണം. എവിടെ? ആദ്യം ഇത്തിരി സൈസുണ്ട്. ഹാപ്പി. സുബിച്ചേട്ടൻ പിന്നെ സ്കോറിങ് തുടങ്ങിയിരിക്കണം. ഇങ്ങോട്ട് വന്നോട്ട് ഇറക്കല്ലേറാ. എടുത്താ കവർ പോ അങ്ങോട്ട്. അതിപ്പോ നമ്മളെ നഷ്ടമായിട്ട് പോയേന്. പക്ഷെ ബുദ്ധിപൂർവമായ സേവിങ്സിൽ എവിടെ കാരണം പോകും തോന്നുന്നു എനിക്ക്. പിടിച്ച് പിടയ്ക്കുന്നു. കവർ കീറും തോന്നണം കേട്ടോ എനിക്ക്. ചേട്ടാ ഒരു മീൻ കൊണ്ടോട്ട്. നീല കളറ് സിലോപ്പി ഉണ്ടോ? ചുണ്ടാണ്ടിരിക്കുന്നു. ഓ, വിങ്സ് ഒക്കെ നീലാണ് കേട്ടോ. എൻ്റെ കണച്ചേട്ടാ പിടിച്ചിരിക്കുകയാണ്. കവറിൽ നമുക്ക് കിടപ്പുണ്ട്. പൊടിക്കും. കാണിച്ചോടാ, കളർ കാണിച്ചോട്. റെഡ് ടെയിൽ കാറ്റ് ഫിഷുമായിട്ട് മാറ്റായതാണ് ഇത്. കണ്ടത് ഗണീഷ്. വീണ്ടും ഗണീഷ്. സുബിച്ചേട്ടന് റെസ്റ്റ് ഇല്ല. മീൻ പിടിക്കുക, ഇടുക. ഓ, അണ്ണാക്കി കുത്തി കയറി സാമി. ഗണേശ് ചേട്ടൻ വീണ്ടും മാവ് നമുക്ക് ലാഭമായി. അത്യാവശ്യം കളർ മീനാണ് ഇവിടെ കിട്ടിയ. റെഡ്, നീല, മഞ്ഞ. വീണ്ടും ചിക്കുവിനൊരു മീൻ കിട്ടിയിരിക്കുന്നു. കൊള്ളാം, ഇത്തിരി വലിയ സാധനം അല്ലേ? എന്തിനാ ചേട്ടാ? മീന് കൊരുത്തിട്ട് ഉറങ്ങി. പിച്ചായിട്ട് ഒരെണ്ണം വീണ്ടും പിടിച്ചതാണ് ചിക്കുന്റെ കയ്യിൽ. എനിക്ക് നോക്കട്ടെ. റെഡ് ടെയിൽ സിലോപ്പി. ഇവിടെ നോക്കടാ, അവൻ്റെ അടി നോക്കടാ, വലുതേട്ടാ. ആ കൂട്ടത്തിന്റെ ഇടയിൽ നോക്ക്.
വീണ്ടും ചിക്കുവിന് 6 ആയല്ലേ ചിക്കു പിടിച്ചത്. ചിക്കന് ഈ ഉറക്കം തോന്നിയ മീനാണ് ചിക്കു പിടിക്കുന്നത്. കഴിക്കുക ഉറയും കിടക്കുക. ഈ ചേട്ടൊരു മീനെ പിടിച്ച് അവിടെ നിന്ന് ഒരു വെട്ട് കറക്റ്റ് ഇവിടെ തറയടിച്ച് തല തല്ലി ചത്തത്. അയ്യോ ചിരിക്കാൻ കൊള്ളാം. കളിച്ചോടെ എന്തായി കിട്ടി ചിക്കു അങ്ങോട്ടോ മുകളിൽ പോ ചിക്കൂരങ്ങാനാക്കിയിട്ട് വെള്ളം എല്ലാം കുഴപ്പമില്ല നീ സാധനം സെറ്റ്. അങ്ങനെ നമ്മൾ മീൻ എടുത്ത് കൊണ്ടുവന്നു. ഗണേശനാണ് കട്ട് ചെയ്യണം മീനെല്ലാം ഓരോന്ന്. അങ്ങനെ മീൻ കട്ട് ചെയ്ത് നമ്മൾ ഇനി എടുത്ത് പൊരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഗണേശട്ട് ഇതിൻ്റെ എക്സ്പെർട്ടായിട്ടുണ്ട്. മീനൊന്നും എടുത്ത് കാണിക്കൂ. ഇതാണ് കേസ് നമ്മൾ ആദ്യം പിടിച്ച മീൻ. ഇനി ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു ചെറുത്. ശരിക്കും പറഞ്ഞാൽ അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി പോലും ഇല്ല. നമ്മൾ ആദ്യം എടുത്ത മീനിൻ്റെ പിടിച്ച വലിയ മീനില്ലേ, അതിൻ്റെ പകുതി പോലും ഇല്ല മീൻ. ബാക്കി പിന്നെ എല്ലാം സിലോപ്പി, ചെറുതും വലുതുമായ പല സൈസുകളിലാണ് സിലോപ്പി നമുക്ക് ലഭിച്ചത്. അവിടെ നിന്ന് കപ്പ റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്യണം. ഇതിന് ക്ലീൻ ചെയ്യാനുള്ള പ്രശ്നമില്ല. പക്ഷേ ഇത് ഏത് കാണിച്ച് വരുന്നതാണ്, വേഗം ഉള്ളതാണ്, ഇല്ലാത്തതാണെന്നാണ്. പക്ഷെ എന്തായാലും ഉപയോഗിക്കും. സുപ്പിച്ചെണ്ണ കിട്ടിയ ട്രോഫികളാണ്. അത് നമ്മൾ കപ്പ് അരിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും സെറ്റ് ചെയ്ത് പിന്നെ ഹായ് ബ്രൗണി, ഹായ് ബ്രൗണി. എല്ലാവരും ഹായ് ആണ്. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു എല്ലാവരും. അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ്, ലൈക്ക് ഷെയർ ഒന്ന് കമൻറ്റും കൂടി. കമൻറ്റ് കഴുകി നമ്മൾ റെഡിയാക്കി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പൊട്ടടാ ടാറ്റാ. ഓക്കെ ഗൈസ്, കപ്പ കട്ട് ചെയ്യുമ്പോൾ മീൻ കട്ട് ചെയ്ത് നമ്മൾ മരിച്ചിന് കട്ട് ചെയ്ത് റെഡിയായി. മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് തേങ്ങ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി നമുക്ക് അടുത്ത് കപ്പയിലൂടെ കഴിക്കാനാണ്. നമ്മൾ കപ്പ റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ തേങ്ങ എടുത്ത് നേരെ കപ്പയിലോട്ടിടും. എന്നിട്ട് ഇത് രണ്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം. ഓക്കെ, മനസ്സിലായി. നമുക്ക് കപ്പയിലൂടെ കഴിക്കുന്ന ചമ്മന്തി ആയിരിക്കുള്ള സെറ്റപ്പ്. ചമ്മന്തിക്കുള്ള ഉള്ളി ഒരു പ്രാവശ്യം മിക്സിയിട്ട് അടിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ ചെറിയൊരു പോണിലോട്ട് മാറ്റിയാണ്. ഇതാണ് നമുക്ക് കപ്പയിലൂടെ കഴിക്കുന്ന നമ്മൾ ചെറിയൊരു ചമ്മന്തി. മുളകും ചെറിയ ഉള്ളിയും അങ്ങനെയായിട്ട് നല്ല എരിവുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂട്ടിയാണ് ഇന്നത്തെ ഫുഡ് റെഡി. നമ്മുടെ കപ്പ ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഇതിനെ ഉടക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട നമ്മുടെ ടീംസ് ടീമെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാണ്. മസാല എല്ലാം പുരട്ടി നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അകത്തൊക്കെ മസാലയൊക്കെ പിടിച്ച് ഒരു സ്പെഷ്യൽ കൂട്ടാണ് സുബിച്ചേട്ടൻ്റെ. കിടില മസാലയാണ്. ക്യാമറ വേണമെങ്കിൽ ബാക്കിലോട്ട് വെക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ട് ഗണേശ. ചരിത്രമില്ലേ ചാടി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഫ്രൈ ഒരു റൗണ്ട് ആയിട്ടുണ്ട്. ഇത് കടിക്കത്തില്ല. ഫ്രൈ എടുത്ത് മാറ്റുന്നു. അടുത്ത് ഇനി ഇതിൽ കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടെ ഗൈസ്, നമ്മുടെ ഫിഷെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിവിടെ പണിയെടുത്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കപ്പ നമ്മൾ ഇടേണ്ട വാഴയിലയിൽ നമ്മളെ കപ്പ എടുത്ത് വയ്ക്കുന്നു. ഗണേശേട്ടൻ
അത്യാവശ്യം കുറച്ചുണ്ട്, കുഴപ്പമില്ല. നല്ല രീതിയിൽ ഉടഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. അതിന് കപ്പ നമ്മൾ ഓരോ സെറ്റ് ചെയ്യണം. കപ്പ വെച്ച് ഫുള്ളായതിന് ശേഷം അടുത്ത് മീൻ വയ്ക്കണം. പൊരിച്ച മീൻ നമ്മൾ ഓരോ സൈഡിലേക്ക് അവിടെ കണ്ടു നമ്മളാ ചമ്മന്തി, മുളക് ചമ്മന്തി. അത് നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല എരിവുണ്ട്. ഇച്ചിരിയുടെ ഒരു പീസ് കഴിച്ചു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചു തുടങ്ങി. ഇനി ഞാൻ കഴിച്ചു തുടങ്ങിയില്ലെങ്കിൽ എനിക്കുള്ള കിട്ടൂല. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.